വയനാട്ടിലെ ഭീതി പടർത്തുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് നാശനഷ്ടങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം പണ്ടു മുതൽക്കേ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് മുല്ലപ്പെരിയാർ. ഡാമുകളെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് ജലബോംബുകൾ എന്നാണ്. എന്നാൽ മുല്ലപ്പെരിയാർ യഥാർത്ഥത്തിൽ ഒരു ജലബോംബാണ്. കാരണം ഇത് പൊട്ടിയാൽ ഉണ്ടാകുന്ന വിപത്ത് എത്രയാണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം തിരുവിതാംകൂർ രാജവംശമായ വിശാഖം തിരുനാൾ രാമവർമ്മയും മദ്രാസ് പ്രൊവിൻസും കൂടി ചേർന്ന് 1886 ഒക്ടോബർ 21 ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഈ കരാർ പ്രകാരം 996 വർഷത്തേക്ക് തിരുവിതാംകൂർ രാജവംശത്തിന് കീഴിലുള്ള വനഭൂമി മദ്രാസ് പ്രൊവിൻസിന് വിട്ടു നൽകുകയാണ്. ഇതേസമയം ബ്രിട്ടീഷുകാർ ജലസേചന ആവശ്യങ്ങൾക്കായി ഈ വനത്തിലൂടെ ഒഴുകുന്ന പെരിയാറിന് കുറുകെ ഒരു ഡാം കെട്ടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഡാമിൻ്റെ ഡിസൈൻ എല്ലാം വരച്ചുകൊണ്ട് 1887 മുതൽ 1895 വരെ പണി തുടർന്നുകൊണ്ട് 1895 ഈ ഡാമിൻ്റെ പണി പൂർത്തിയാക്കുകയാണ്. അങ്ങനെ ആ ഡാമാണ് നമ്മളിന്ന് കാണുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം. എന്നാൽ ആ കാലഘട്ടത്തിൽ സിമൻറ്റ് പ്രചാരത്തിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സോക്കി, ലൈം, മണ്ണ്, ഇഷ്ടികപ്പൊടി ചൂടാക്കിയത് എന്നിവയെല്ലാം കൂട്ടിച്ചേർത്ത മിശ്രിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചത്. ഇത് 2 ഡാമുകളായാണുള്ളത്. ഒന്ന് നമ്മൾ വിളിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം. ഇതിന് ഏകദേശം 366 മീറ്റർ നീളവും 54.64 മീറ്റർ ഉയരവും 6.4 മീറ്റർ വീതിയുമാണുള്ളത്. രണ്ടാമതായി അതിന് കുറുകെ മറ്റൊരു ഡാം വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ദേവി ഡാം. ഇതിന് 76.15 മീറ്റർ നീളവും 96.15 മീറ്റർ ഉയരവുമാണുള്ളത്. ഈ ഡാമുകൾക്കെല്ലാം ആകെ 13 ഷട്ടറുകളാണുള്ളത്. എന്നാൽ ഈ ഡാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും തമ്മിൽ പണ്ട് മുതൽക്കേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി 2010 ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെ ഈ കമ്മിറ്റി കണ്ടെത്തൽ പ്രകാരം ഈ ഡാമിന് യാതൊരു പ്രശ്നവുമില്ല കണ്ടെത്തിക്കൊണ്ട് പറയുകയാണ്. അതോടെ ഡാം നിർമ്മിക്കണമെന്നുള്ള കേരളത്തിൻ്റെ വാദം ഇന്ത്യയിലെ പരമോന്നത കോടതി വരെ തള്ളി. ഡാമിൽ കോൺക്രീറ്റ് പോലെയുള്ള ചെറിയ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ റിസർവോയറിൽ 106.5 അടി അളവിൽ ഒരു ടണൽ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ തന്നെ തമിഴ്നാട്ടിലേക്ക് ജലം എടുത്തുകൊണ്ട് തന്നെ അവർ വൈദ്യുതി നിർമ്മിക്കാനും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കുമായി ഈ ജലം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡാമിലെ ജലത്തിൻ്റെ അളവ് 142 അടി ഉയർത്തണമെന്ന് ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട് അവകാശപ്പെട്ടു വന്നിരുന്നു. ഇതേസമയം കേരളം ഈ ഡാമിലെ ജലത്തിൻ്റെ അളവ് 136 അടിയിൽ കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ഇതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഡാമിൽ 155 അടി വരെ ജലം താങ്ങാൻ സാധിക്കുമെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ ഈ ഒരു വാദവും കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. UN റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഡാമിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 50 വർഷമാണ്. എന്നാൽ ഇപ്പോൾ ഏകദേശം 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ 2010 രൂപീകരിച്ച ഈ ഒരു കമ്മിറ്റി പറയുന്നത് ഡാമുകൾക്ക് അങ്ങനെ കാലാവധി കണക്കുകൾ ഇല്ല എന്നാണ്. കൃത്യമായ മെയിൻ്റനൻസോടെ നോക്കുകയാണെങ്കിൽ ഡാമുകൾക്ക് 100 വർഷമല്ല അതിലധികവും കാലാവധി ലഭിക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടുകളെ മാത്രം മുഖവിലക്ക് എടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഡാമിന് താഴെയായി താമസിക്കുന്നവർ പോലും വളരെ ഭയത്തിലാണ്. അതിനുള്ള പ്രധാന കാരണം ഈ ഡാം പൊട്ടിയാൽ തീർച്ചയായും ഇത് ഇടുക്കി ഡാമിലേക്കും അതുപോലെ മറ്റുള്ള ഡാമുകളിലേക്കും ഇതിലെ ജലം പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ ഒരു വലിയ പ്രളയം തന്നെ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ വരുമ്പോൾ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം എന്നീ 4 ജില്ലകൾ, കേരളത്തിലെ ഈ 4 ജില്ലകൾ പൂർണ്ണമായും കടലിലേക്ക് ഒലിച്ചു പോകും എന്നുള്ളത് തീർച്ചയാണ്. കൂടാതെ മറ്റ് പല പ്രശ്നങ്ങളും ഈ ഒരു ഡാം പൊട്ടുന്നതിലൂടെ സംഭവിക്കാനും സാധ്യതയുണ്ട്. 444 MCM മാത്രമുള്ള ഒരു ഡാമിന് 20 ലക്ഷം ജനങ്ങളെ കൊല്ലാനും 4 ജില്ലകളെ പൂർണ്ണമായും കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊരു സംശയം ചിലർക്കുണ്ടാവും. എന്നാൽ ഈ ഒരു ഡാം പൊട്ടുന്നതിലൂടെ തന്നെ ഇടുക്കി ഡാം അടക്കമുള്ള മറ്റ് പല ഡാമുകളും പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പല ഡാമുകളിലും പൊട്ടുന്നതിലൂടെ തന്നെ ഒരുപാട് ജലം പുറപ്പെടുവിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ ജലവും കൂടി ചേർന്ന് ഒരു മഹാപ്രളയം തന്നെ ചിലപ്പോൾ രൂപീകരിക്കപ്പെടാൻ സാധ്യതയുമുണ്ട്. ഒരു മുല്ലപ്പെരിയാർ എന്ന ഈ ഒരു ഡാമിൻ്റെ വിഷയം നമ്മൾ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ട സമയമാണ് അതിക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.